നട്ടുച്ച സമയത്താണ് നാഗശൈലന്ത്രി കിളിപോയ ജ്യൂസ് കടയിലെത്തിയത്. ഇന്ന് അവരുടെ 1-ാം വാർഷികമാണ്. അതോടനുബന്ധിച്ചാണ് അവർ ആ ജ്യൂസ് കടയിലേക്ക് വരുന്നത്. തീർത്തും ക്ഷണിച്ചിട്ട് തന്നെയാണ് എത്തുന്നത്. അവരെ കാണുവാൻ വളരെ ദൂരത്ത് നിന്ന് വരെ ആൾക്കാരും ഓൺലൈൻ ചാനൽ പ്രവർത്തകരും ഇവിടെ തടിച്ചുകൂടിയിരുന്നു. എന്നാലും വന്ന ഉടനെ തന്നെ എല്ലാവരോടും നമസ്കാരവും പറഞ്ഞ് തറ തൊഴുതാണ് അവർ ആ ഷോപ്പിലേക്ക് കയറി വന്നത്. വന്നപ്പോഴേ പൊന്നെ എന്നുള്ളൊരു വിളി എല്ലാവരെയും വിളിച്ചു. അതിനുശേഷം പിന്നെ ഓൺലൈൻ ചാനലുകാരോടെല്ലാം പറഞ്ഞു, ഉള്ള മൈക്കെല്ലാം വെച്ചു, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്നെ കളിയാക്കരുത്, എന്നെ ട്രോളരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം അവരെ വളരെ നെഗറ്റീവായിട്ട് ആണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവരെ നെഗറ്റീവ് അല്ലാതെ കാണണമെങ്കിൽ നമ്മൾ അവരെ നേരിട്ട് പോയി കാണണം. എന്നാൽ മാത്രമേ നാഗശൈലന്ത്രി ദേവി ആരാണെന്ന് മനസ്സിലാവും. ചെറുപ്പക്കാരെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു നാഗശൈലന്ത്രി ദേവിയോടൊപ്പം ഇരുന്ന് സെൽഫി എടുക്കുവാനും മറ്റും. എന്തായാലും വന്നതിൽ ഒരുപാട് ഒരു 18-നും 20-നും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് ഇവരുടെ ആരാധകർ. എന്നാലും അവർ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ച്, എനിക്കെതിരെ കമൻ്റ് ഇടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള താഴ്മയായ വാക്കുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരഹങ്കാരവുമില്ല, ഒരു ധിക്കാരവുമില്ലാതെ ഒരു സാധാരണ സ്ത്രീയെപ്പോലെ വന്നിരുന്ന് ആ കടയിലിരുന്ന് അത്രയും ചാനലുകാരോടൊപ്പം കൂടിയവരോടൊക്കെ നല്ല തമാശകൾ പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ നമുക്ക് അതിശയം തോന്നും. നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട നാഗശൈലന്ത്രി ഇതല്ല, വേറൊരാരുമാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ നാഗ തന്നെയാണ്. നാഗയെടുത്ത് ആരെന്തോ പറഞ്ഞാൽ ഇവിടെയും അതേപോലെ ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്തൊക്കെയോ പറഞ്ഞ് അവരെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും നാഗശൈലന്ത്രി ദേവി വീണില്ല. മൃദുവായി ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മൃദുവായി നല്ല രീതിയിൽ മറുപടി പറഞ്ഞ് ആൾക്കാരെ കയ്യിലെടുത്തു. അതുപോലെ ഈ ഷോപ്പിന് ഏറ്റവും വലിയൊരു വെറൈറ്റി തന്നെയായിരുന്നു. കിളിപോയ ജ്യൂസ് കട സ്ഥിതി ചെയ്യുന്നത് വെണ്ടാർ മനക്കരക്കാവിലാണ്. അതേപോലെ ഏറ്റവും വലിയ നമുക്ക് നാഗശൈലന്ത്രി വരുന്നു എന്ന് കേട്ടപ്പോൾ ചിലർക്കൊക്കെ നമ്മളെ ഒരു കളിയാക്കലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞ് നേരിട്ട് കണ്ട് കുറേ പേരുണ്ടായിരുന്നു. കുശലാന്വേഷണങ്ങളും മറ്റുമൊക്കെ നടത്തിയപ്പോഴത്തേക്കും നാഗശൈലന്ത്രിയുടെ ഫാനായി മാറി. ഇവിടെ എത്തിയ മുഴുവൻ ആൾക്കാരും വളരെ സൗമ്യമായ ചിരിയിലും എല്ലാവരെയും കയ്യിലെടുത്തു നാഗശൈലന്ത്രി. പക്ഷേ സുഖമില്ല, വയ്യായ്മ, ശരീരം മുഖം വ്യാപിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നാഗശൈലന്ത്രിയെ ഏറ്റവും അടുത്ത് കണ്ട് കാര്യം പറഞ്ഞ അദ്ദേഹത്തിനുണ്ട് നമ്മളോട് പറയാനുണ്ട്. കണ്ടിട്ട് ദൈവത്തിൻ്റെ കാണിച്ച് പക്ഷേ എന്തായാലും നമ്മളും ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട്, ഒരുപാട് സോഷ്യന്മാരോടും ഒരുപാട് ദേവാദികളോടും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു സ്ത്രീയ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ എന്താണ് നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു ദേവാലയം നിന്നതും അതുപോലെ ദേവാദിയോടെ നൃത്യമുമ്പോൾ മറ്റുള്ള എല്ലാ ഇടപെടുത്തുകൊണ്ട് ആ സ്ത്രീയോട് ഇരിക്കുന്നത് ഒരു സ്ത്രീയല്ല, ദേവാദിയ എന്നത് മാത്രമേ എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ദേവിയാണ്. നമ്മൾ സാധാരണ ഒരാളോട് ഇരുന്നാലേ അല്പം ചൊടികളും കാര്യമില്ല. നമ്മൾ ഒരുപാട് കൗശലക്കാരും ഒരുപാട് തന്ത്രികളും കിട്ടുന്നുണ്ട്. അപ്പോൾ നാനാത്രി സമയം ഇരുന്നപ്പോൾ അതൊരു സ്ത്രീയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പകരം അതൊരു ദേവിയാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ ഏതെന്ന് വെച്ചാൽ അതറിയാം. പക്ഷേ അത് ദേവി ആണുള്ളത് ഒരു ദേവിയാണ്. അതുപോലെ കിളിപോയ ജ്യൂസ് കടയിൽ എത്തിയ അദ്ദേഹമാണ് നാഗശൈലന്ത്രി ദേവിയെ കണ്ടപ്പം അദ്ദേഹം അടുത്ത് പോയൊക്കെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അതൊരു ദേവിയാണ്, അതൊരു മനുഷ്യ സ്ത്രീ അല്ല എന്നാണ്, അല്ലേ? അതെ.